ആദ്യം തന്നെ നമുക്ക് ഈ റെസിപ്പിക്കായി പച്ചമുളക് ഒന്ന് കീറി വെക്കണം. ഇതേപോലെ ഒരു ഭാഗമാണ് കീറേണ്ടത്. ഇങ്ങനെ കീറിയാൽ മതി. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കണം. ഈ കറി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. തേങ്ങയൊന്നും ചിരവേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങയില്ലാതെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. തേങ്ങയില്ലാത്ത ഒരു മോര് കറിയാണിത്. അങ്ങനെ എല്ലാ പച്ചമുളകും ഞാൻ ഇവിടെ കീറിയെടുത്തിട്ടുണ്ട്. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയാണ് ഇതിന് നല്ല ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും ഇട്ട് കൊടുക്കണം. ഇങ്ങനെ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി പൊട്ടി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും അതേപോലെ 2 വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്ക് വഴറ്റിയെടുക്കാൻ. തീ നന്നായി കത്തുമ്പോൾ തന്നെ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇനി അടുത്തതായി ഇതിലേക്ക് നമുക്ക് കീറി വെച്ച ഈ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതെല്ലാം നന്നായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ കായവും അല്ലെങ്കിൽ കായവും ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചധികം വേണം. എന്നിട്ട് ഇതും നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈരും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സാക്കി കൊടുക്കണം. തൈര് ഒഴിച്ചാൽ ചെറിയ തീയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അതേപോലെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം. ഇനി ഒന്നും കൂടി നന്നായി മിക്സാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി. ഈ ഒരു കറിയുടെ തന്നെ നമുക്ക് നന്നായി ചോറ് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോര് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക് യു.